ഒരനുഗ്രഹമുണ്ട്. എന്താ ഒരനുഗ്രഹം? എന്താണ് ഒരു അനുഗ്രഹം? 68 യെശയ്യാ പ്രവചനം അതിന്റെ മുന്തിരി കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് 65 സ്തോത്രം. മുന്തിരി കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കുകയും. എല്ലാവർക്കും നാശമില്ല. എന്നാൽ കുടുംബ അന്തരീക്ഷത്തിൽ നശിപ്പിക്കുവാൻ വന്ന ശത്രുവായ കരിമണ്ണിനെ കണ്ടുകൊണ്ട് പറയുക, ഈ കുടുംബത്തിൽ, ഈ കുലയിൽ, ഈ വർഗത്തിൽ, ഈ ജാതിയിൽ ഒരനുഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ അതിനെ നശിപ്പിക്കത്തില്ല. നശിപ്പിക്കാൻ വന്ന ചിലരുണ്ടെന്ന്. കുടുംബ ജീവിതത്തെ അന്യപ്പെടുത്തുവാൻ, തലമുറയെ അന്യപ്പെടുത്തുവാൻ, വിഷയങ്ങളിൽ മറുപടി തരാതെ അന്യപ്പെടുത്തി സ്തംഭിപ്പിക്കുവാൻ പോരാടിയ ശക്തിയോട് ദൈവം പറയുക, നശിപ്പിക്കരുത്. അതിൽ ഒരു അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട്. പാപത്തിൽ കിടക്കുന്നവനോട് ദൈവം പറയാ, നിന്റെ പാപവേദന ഞാൻ അഴിച്ചിരിക്കുകയാണ്. ആദ്യം അനുഗ്രഹം അല്ല കൊടുത്തത്, ഭാവിയെ പാപമുണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിധേയപ്പെടുന്നിടത്ത് പാപബന്ധന വഴി, അനുസരിക്കുന്നിടത്ത് പാപബന്ധന വഴി, ദൈവത്തെ ഭയപ്പെടുന്നിടത്ത് പാപബന്ധന വഴി. അതിനൊരു വലയം ചവിട്ടണ്ട, ഒരു നേർച്ച നടത്തണ്ട. സ്തോത്രം. പാപബന്ധന വഴിയണമെങ്കിൽ അവന്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ച് അവനിൽ വിശ്വസിച്ചാൽ, അവനെ ആശ്രയിച്ചാൽ, അവനെ ആരാധിച്ചാൽ, അവന്റെ വാക്കിന് വേണ്ടി നീ പിടികൊടുത്താൽ, പരിശുദ്ധാത്മാവ് പറയാ, അവൻ നിന്നെ നശിപ്പിക്കുകയും ഒരനുഗ്രഹം പുതിയ ആണ്ടിൽ നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി ഉണ്ട്. ആശിക്കുന്ന വിഷയം എന്താ? നിന്റെ ആഗ്രഹം എന്താ? നിന്റെ അവസ്ഥ എന്താ? നിന്റെ ആവശ്യം എന്താ? നിന്റെ അലട്ടലെന്തോ? നിന്റെ ആവലാതി എന്തോ? നിന്റെ അനുഭവം എന്തോ? അനുഗ്രഹം അതിലുണ്ട്. മുന്തിരിക്കുല അടങ്ങിയിരിക്കുന്ന സാധനം ഇല്ലേ? അടങ്ങിയിരിക്കുന്ന സാധനം. എന്നാൽ ഹല്ലേലൂയ, അതിന്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് കരിമണ്ണ് കയറി? എന്തുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് കരിമണ്ണ് കയറി? കരിമണ്ണല്ലേ കുത്താൻ വരുന്നത്? കരിമണ്ണല്ലേ കുത്താൻ വരുന്നത്? എന്തുകൊണ്ടത് കയറി? കരിമണ്ണിൽ എന്തുണ്ട്? തലമുറയെ കുത്തിക്കളയാൻ പരിശുദ്ധാത്മാവ് പറയുക, കോപം നശിപ്പിക്കുന്നവൻ വേർപാട് വെച്ചിരിക്കുക. നിന്റെ കുടുംബത്തിൽ കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, നിന്റെ തലമുറയെ കയറി പീഡിപ്പിക്കാതിരിക്കാൻ, നിന്റെ തലമുറയുടെ ശുഭഭാവിയെ തടയുന്ന കരിമണ്ണിനെ അത് നീ പുതിയ ആണ്ടിൽ കേൾക്കും. നിനക്കെതിരായി പോരാടിയത് ആരെന്ന് ദൈവം പോരാടാൻ പോകുന്നു. ഇന്ന് പകലിൽ അത് തുടങ്ങിയിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. ഇന്ന് ദൈവം പുതിയ ആണ്ടിന്റെ ആരംഭം ഈ രാത്രി തരുമ്പോൾ ഓർത്തോണം, പുതിയ ചില പ്രവൃത്തി നിന്റെ കുടുംബത്തിന് വേണ്ടി അവൻ ചെയ്തു തുടങ്ങി. ആരെയൊക്കെ നീ ഭയപ്പെട്ടു, ആരെയൊക്കെയും വഴിയെ നീ തടഞ്ഞു, ആരെയൊക്കെയും നിനക്ക് എതിരായി വാദിച്ചു, ആരൊക്കെ നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തടഞ്ഞു, എപ്രകാരം നിന്നെ ദുഃഖിപ്പിച്ചു, അവിടെ ജീവിതത്തെ സ്തംഭിപ്പിക്കുവാൻ പോരാടിയ ചില കരിമണ്ണുകളെ രക്തം ജയമെടുക്കട്ടെ. യേശുവിന്റെ രക്തം ജയമെടുക്കട്ടെ. ദേശത്തുനിന്ന് പോരാടുന്ന ചില കരിമണ്ണുകളെ ഐക്യപ്പെട്ടിരിക്കുന്ന മുന്തിരിക്കുല പോലെ അടുങ്ങിയിരിക്കുന്ന സ്വാദിഷ്ടമായ അനുഭവത്തെ
തണുപ്പിക്കുന്ന അനുഭവത്തെ, രസിപ്പിക്കുന്ന അനുഭവത്തെ, ആമേൻ. സന്തോഷിപ്പിക്കുന്ന അളവുകളെ ഓ തടഞ്ഞു പോരാടിയ ശത്രുവിന്റെ മേൽ ആമേൻ ഇന്ന് പകൽക്കാലം ആമേൻ ആമേൻ ചില കഴിവണ്ടിനെ ദൈവം അയക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നേരത്തെ കേട്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. പുറംപറമ്പിൽ പുറത്ത് കാലുകളിലൊക്കെ ചെന്ന കൽപാത്രം അകത്ത് വരാൻ ദൈവം പറയുന്നു. ഇനി നിറഞ്ഞില്ലെങ്കിൽ അത് വരുമോ? ഇല്ല. ആത്മ നിറവുണ്ടെങ്കിൽ എന്തുണ്ട്? അകത്തുണ്ട്. അത് അനേകർക്ക് രുചിയാ. എന്തിനാ പ്രശ്നം തരുന്നത്? ആത്മനിറവിന്റെ നിറവിലേക്ക് ഉയരാൻ. കുടുംബം ആത്മനിറവിൽ വരണമെങ്കിൽ ആമേ മുമ്പത്തെ ആരാധനയൊക്കെ വിടണം. മടങ്ങി വന്നു ആമേൻ ഏൽപ്പിച്ചു കൊടുത്തോണം. ആമേൻ. ഒരു വിടുതൽ മുമ്പിലുണ്ട് പുതിയ ആണ്ടില്. എന്നാൽ ഇത്രയും മതി, ഇങ്ങനെ മതി, ഇത്രത്തോളം മതി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലുണ്ട്. ആ വാക്കിനല്ല ചെവി കൊടുക്കേണ്ട, ദൈവത്തിന്റെ വാക്കിനാണ്. സ്തോത്രം. സ്തോത്രം. ആരാധന എന്തെന്ന് മനസ്സിലാക്കാത്തവർ വീട്ടിലുണ്ട്. ആരാധനയുടെ അനുഗ്രഹം എന്തെന്ന് മനസ്സിലാക്കാത്തവർ വീട്ടിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ഭക്തൻ താനാണ് ദൈവം ആരെന്ന് വെളിപ്പെടുത്തേണ്ടത്. സ്തോത്രം. അവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അനുഗ്രഹം എത്തിപ്പിടിക്കണം. എങ്ങനെ എത്തിപ്പിടിക്കും? അവൻ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഞായറാഴ്ച, അത് ഭൂമിയിൽ ദൈവജനം വേർതിരിച്ച ദിവസം, ദൈവഭക്തന്മാര് പറയുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞായറാഴ്ച തന്നെയാണോ വിശുദ്ധ സഭായോഗം അല്ലെ ശബത്ത് എന്നൊന്നും ജനം ചോദിക്കുമ്പോൾ ദൈവം പറയും ഒരു ദിവസം വേർതിരിയേ. അത് നമ്മൾ ഞായറാഴ്ച തന്നെയാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല ഞായറാഴ്ചയാണോ. പക്ഷെ വിശുദ്ധ സഭായോഗം കൂടുന്ന ദിവസം അതിന് വേർതിരിച്ച് യഹോവയ്ക്ക് ബഹുമാനയോഗ്യമായ അന്നേ ദിവസം കാലുകളെ അടക്കി വെച്ച്, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വെള്ളിയാഴ്ച ദിവസം അന്നേ ദിവസം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസം അതിനായി വേർതിരിഞ്ഞു. എന്നാലേ ശുഭപ്പെടത്തുള്ളൂ, എന്നാലേ ഗുണപ്പെടത്തുള്ളൂ. പോയ സ്ഥാനത്ത് പോകുന്ന സ്ഥാനത്ത് സ്ഥിരപ്പെടണോ? എന്ത് ചെയ്യണം? കോവയ്ക്ക് ബഹുമാനം കൊടുത്തു. കാലുകളെ അടക്കി വെച്ച് വിശുദ്ധ സഭായോഗത്തെ ബഹുമാനയോഗ്യമായി എണ്ണി നിന്റെ കാര്യാദികളിൽ നീ മുഴങ്ങ. അന്നത്തെ ദിവസം ജാതിക്കുന്നുള്ള കല്യാണം, ജാതിയുടെ കല്യാണവും ചടങ്ങും ഒക്കെ എന്നാ? ജാതി ആരാ? സമുദായക്കാരെല്ലാം ജാതിയ. പള്ളി ചേർന്ന് കൊടുക്കുന്നതുകൊണ്ട് ജാതിയാകുകയില്ല. അവര് എല്ലാ ചടങ്ങും ഇപ്പൊ പള്ളിയിലും ആനയെ കൊണ്ടുവന്ന് പ്രദക്ഷിണമോ അല്ലേ? പിന്നെ ജാതിയായിട്ട് എന്നാ വ്യത്യാസം ഉണ്ടോ? അമ്പലത്തിൽ കാണിക്കുന്നതല്ല പള്ളിയിലും കാണിക്കുന്നുണ്ട്. വേർപെടുന്നുണ്ടോ? അവര് വേർപാട് അനുഷ്ഠിക്കുന്നുണ്ടോ? നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ലോക ജനം പറയും പെന്തിക്കോസുകാരാണ്. അത് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. പാളയത്തിന്റെ പുറത്ത് വെച്ച് കഷ്ടമേറ്റവന്റെ നിന്നയാണ് നമ്മൾ ചുമക്കുന്നത്. ഇത് ഇട്ടണ്ടി എന്നാലോ, എല്ലാം തൂക്കി പെറുക്കി ചെന്നാലോ? ദൈവം എന്ത് വേർപാട്? പെന്തിക്കോസുകാരോ? വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്നു. ഭൂമിയിൽ വിലയുള്ളതല്ല അവരുടെ സന്നിധിയിൽ അടിയറും. വിലയുള്ളവൻ കൂട്ടത്തിൽ. ഇവർക്കൊക്കെ അറിയാം എത്ര വർഷമായി വെള്ള ഉടുത്തു ഞാൻ നടക്കുന്നു. ഒറ്റ വെള്ള തുണിയെ 1 വർഷം നടന്നവരാ. ഇഷ്ടം പോലെ ഗൾഫ് തുണി. എന്റെ മക്കൾ കൊടുത്തതെല്ലാം ഗൾഫ് തുണി. അത് ഇട്ട് കൊടുത്തൊന്നും കൊടുത്തൊന്നുമല്ല. പുത്തൻ എനിക്ക് ഇഷ്ടം പോലെ ഗൾഫ് തുണി കൊടുത്തു. പക്ഷേ എല്ലാം വെള്ള ഒഴിച്ചെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു. അത് ദൈവമായിട്ടുള്ള ചെറിയൊരു കളറൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്നെ ചോദ്യത്തിന് വിളിക്കും. ഞാൻ ദൈവമായിട്ടുള്ള ഉടമ്പടി ചെയ്യില്ല. ശുശ്രൂഷ ചെയ്യണോ? ദൈവസന്നിധി ഞാൻ എന്തൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഉപയോഗിച്ചത് തന്നെ ആയിരിക്കണം. ഉടമ്പടിയാണ്. ആമേ.
അപ്പൊ ദൈവമായിട്ട് ഒരു വ്യക്തി ഉടമ്പടി ചെയ്താൽ അടയാളം നിന്റെ ശരീരത്തിൽ തരും. അല്ലാതെ എല്ലാത്തിനും കുളച്ച് നടിക്കുന്ന നീയും ദൈവമായിട്ട് എന്ത് ബന്ധം? ഇന്ന് പകലിൽ അവനുമായിട്ട് ഒരു ഉടമ്പടി നമ്മൾ ചെയ്യണം. ഒരു വിടുതൽ കാത്തിരിക്കുക വർഷം. ഒരു അനുഗ്രഹം കുടുംബത്തിലുണ്ട്. തലമുറയിൽ ഒരു അനുഗ്രഹമുണ്ട്. ഒരു സന്തോഷിക്കുന്ന അവസ്ഥ മുൻപിലുണ്ട്. വെട്ടുക്കിളിയും വീട്ടിലും പച്ചപ്പുഴും തുള്ളനും ഒക്കെ തിന്നതിനും മടങ്ങി വരവ് ഈ വർഷം ഉണ്ടെന്ന്. 2025 ഒരു വിടുതലിന്റെ വർഷമാണെന്ന്. ഒരു പുതുക്കത്തിന്റെ വർഷമാണ്. ഇതിനൊക്കെ നീളെ നടന്ന് കരഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മറുപടിയില്ല. മുളത്ത് കിടന്ന പാത്രത്തെ അകത്ത് കൊണ്ടുവന്ന കർത്താവ് എത്ര സ്നേഹമായി പോണെയായിരിക്കും അകത്തിരുന്ന പാത്രത്തിൽ നിന്ന് കോരിക്കോരി കുടിക്കുന്നതല്ലേ. പകലൊന്ന് ചിന്തിക്കേ. ചിലതിനെ തീർക്കുന്നത്, ചില വെള്ളം തീർത്ത് പുറത്തിരുന്ന വീഞ്ഞ് തീർത്ത് കളഞ്ഞത് എന്തിനാ? അകത്ത വീഞ്ഞ് എന്തിനാ തീർത്തത്? ആളുകളായി പുറത്ത് കിടന്ന ഈ പുതുവർഷത്തിൽ ചിലത് പുതുതായിട്ട് അവൻ നിറയ്ക്കാൻ പോകും. നിന്റെ ശൂന്യത എന്ത്? നിന്റെ പാഴായ അനുഭവം എന്ത്? നിന്റെ പാളിച്ചകൾ എന്ത്? നിന്റെ കഷ്ടം എന്ത്? നീ അനുഭവിക്കുന്ന ക്ലേശം നിലവിളിക്കുന്നത് എന്തിന്? ഒരു വിടുതൽ നിന്നെ തേടി വരിക. ഒരു വിടുതൽ നിന്നെ തേടി വരിക. നീ ദൈവമായി ഉടമ്പടി ചെയ്യുക. നീ ദൈവമായി ഉടമ്പടി ചെയ്യുക. ദൈവം നിന്നെ പുറത്തു കളയുവാനല്ല, അവഗണിച്ച് പുറത്ത് മാറ്റുവാനല്ല, അവഗണനയോടെ അന്യദേശത്ത് നീ ഒഴുകി നടക്കുവാനല്ല. സായിയായ ഒരു അനുഭവത്തിന്റെ നിനക്ക് നിന്റെ കുടുംബത്തിന് ഒരുക്കിയത്രേ ദൈവം നിന്നെ മുമ്പോട്ട്. നിന്റെ തലമുറയെ ദേശത്ത് നിന്ന് മാറ്റി, രാജ്യത്ത് നിന്ന് മാറ്റി കോവിഡ് ആത്മാവ് കൊണ്ടുപോകുകയാ. ഇങ്ങനെ ഏതൊന്നിനാൽ സാധിക്കുമെന്ന് ഈ വർഷം ഏപ്രിൽ മാസത്തില് ഒരു പുതുവഴിയുടെ ഉദ്ധാരണവും പദ്ധതിയും ഒരുക്കിക്കൊണ്ട് പൂർണ്ണതയിലെത്തിക്കുവാൻ അവൻ ശക്തിയുള്ള ദൈവം. ആവശ്യപ്പെട്ടത് ഒന്ന്, എന്നാൽ അവൻ അറിഞ്ഞു ചെയ്യുന്നത് മറ്റൊന്ന്. നീ ആഗ്രഹിക്കുന്നത് ഒന്ന്, എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റൊന്ന്. ആളുകൾ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന്, എന്നാൽ അവൻ നിന്റെ ഹൃദയത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി നിന്റെ നീരസവും നിരാശയും മാറത്തക്ക വേണം അവൻ മറ്റൊരു പദ്ധതി നിന്റെ തലമുറയിൽ ഈ ദിവസങ്ങൾ നീ ഉണരുക. എന്തിനാ? ചാകാറാഴ്ച ശേഷിപ്പ് ദേശത്ത് കിടപ്പില്ല. ആരും അറിയാതെ ഞങ്ങൾ ഇവിടെ വന്ന് അനുഗ്രഹം ഒന്ന് പ്രാപിച്ചേക്കാം. ഇല്ല, ചില ബന്ധിക്കപ്പെട്ടതിനോട് ഇറങ്ങി വരാൻ പറയും. അപ്പോഴാണ് വിടുതൽ നടക്കുന്നത്. ആരും അറിയാതെ ഞങ്ങൾ പോയിട്ട് പ്രാർത്ഥിച്ചേക്കാം. അല്ല, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോ ഇറങ്ങിവ. പറയണം, കണ്ടാലും കണ്ടില്ലേ, കേട്ടാലും കേൾക്കാനല്ല. ഞാൻ പറയണം, വേദന വഴിപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ അതാ വചനം. എന്റെ ജനത്തിന്റെ സ്ഥിതി മാറുമ്പോൾ നിനക്ക് പോയി. ദൈവജനത്തിന് പോയിട്ട് വിടുതല് വേണോ? ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ വേദന വഴിക്കണം. പ്രാപ്തി ഉണ്ടോ? ചെയ്തോ. വീട്ടിൽ വിളിച്ചിരുത്തി പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കാനും പ്രാപ്തി ഉണ്ടോ? ചെയ്തോ. ഇവിടെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. പക്ഷേ നിനക്ക് കഴിവില്ലാതെ നീ കേറി
ആമേ കരടിക്കെട്ടെന്ന് പറഞ്ഞ് കരടിയെ കയറി പിടിക്കുന്നത് പോലെ കമ്പിളിയെ കയറി പിടിച്ച കഴിവില്ലാതെ ചിലതിനെ കയറി പിടിച്ചാൽ കരടിയുടെ കടി കൊള്ളും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കഴിവില്ലാത്തതിനെ പിടിക്കാൻ പോകരുത്. തലമുറ ചിതറിപ്പോവും. ആവശ്യമില്ലല്ലോ. അമ്മേ വർജനം ആചരിച്ച് ദൈവസന്നിധിയിലിരുന്ന രാവകൾ നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് ദൈവം കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ട്. അവരോട് ഒത്തുചേർന്ന് ആരാധിക്ക് ദേശത്ത് വിന്തൽ വെളിപ്പെടാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു പുതിയതൊന്നും അവർ ചെയ്യാത്തത്. അനുഗ്രഹം അതിലുണ്ട്. കുടുംബത്തിലൊരു അനുഗ്രഹം, തലമുറയിലൊരു അനുഗ്രഹം, ദേശത്തൊരു അനുഗ്രഹം. ആമേൻ. നീ ആവശ്യം പറഞ്ഞൊരു അനുഗ്രഹം.